ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. 30,000 രൂപ റേഞ്ചിൽ ഏതാണ് ബെസ്റ്റ് ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കോ F7 ആണ്. പക്ഷേ എല്ലാം കൊണ്ടും അത് ബെസ്റ്റ് ആണോ? എല്ലാം കൊണ്ടും അത് ബെസ്റ്റ് അല്ല. പക്ഷേ പെർഫോമൻസ് കൊണ്ട് അത് ബെസ്റ്റ് ലെവലാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഈ ഒരു ഫോണിന് കുറവുണ്ട്. ഞാൻ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും കൂടെ ചെയ്യാൻ എന്തായാലും മറക്കാതിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൈസാണ്. 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ തന്നെ 12GB 256GB ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ പ്രൈസ് ആക്ച്വലായിട്ടുള്ള നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 31,999 ആയിട്ടാണ് വരുന്നത്. 32,000 രൂപയാണ്. ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 29,999 അല്ലെങ്കിൽ 30,000 രൂപക്ക് ബാങ്ക് ഓഫർ പ്രൈസിലും കിട്ടുന്നുണ്ട്. ഹയർ വേരിയൻ്റ് എന്ന് പറയുന്നത് 12GB 512GB ആണ്. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 33,999 ആണ്. 34,000 രൂപയാണ്. സോ 30,000 രൂപക്ക് നിങ്ങൾക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട്. എല്ലാത്തിലും 32,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ കിടിലനായിട്ട് ഡിസൈനാണ്. 3 കളേഴ്സോളം വരുന്നുണ്ട്. അതിൽ ഒന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഒരു കളറാണ്. അതെന്ന് പറയുന്നത് സൈബർ സിൽവർ എഡിഷൻ എന്നാണ് ആ ഒരു കളറിൻ്റെ പേര്. ആ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ തൊട്ട് സൈഡിലൊക്കെ ആയിട്ട് സ്നാപ്ഡ്രാഗൻ്റെ ആ ഒരു ലോഗോയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തൊരു ട്രാൻസ്പാരൻസി പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ആ ഒരു കളറിന് വരുന്നത്. ബാക്കി ഒരു വൈറ്റും ഒരു ബ്ലാക്ക് കളർ കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 കളർ കൂടെ നോർമലായിട്ട് സ്റ്റാൻഡേർഡ് കളേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. ബിൽഡാണെങ്കിൽ ഗ്ലാസിൻ്റെ ബിൽഡാണ്, മെറ്റലിൻ്റെ ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുമുണ്ട്. സോ ഒരു ഇഷ്യൂസും പറയാനില്ല. 30,000 രൂപ 32,000 രൂപക്ക് നല്ല കിടനായിട്ടുള്ള നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട്. IP69 IP റേറ്റിംഗ് അടക്കം വരുന്നുണ്ട്. എല്ലാം കിടലിനാണ്. ഒരു കുഴപ്പവും ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല. 222 ഗ്രാമാണ് വെയിറ്റ് ആയിട്ട് വരുന്നത്. 7.98 mm ആണ് തിക്നെസ് ആയിട്ട് വരുന്നത്. വലിയൊരു ബാറ്ററി, അതായത് ഇപ്പം ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. എന്നിട്ട് പോലും അങ്ങനെ വലിയ വെയിറ്റോ തിക്നെസ്സോ ഒന്നും വരുന്നില്ല. ഒരു നോർമൽ വെയിറ്റ് ആൻഡ് തിക്നെസ് ആണ് വരുന്നത്. സോ ഡിസൈനും ബിൽഡ് ഔട്ടുള്ള കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഈ ഒരു ഫോൺ പറ്റി പറയാനേ ഇല്ല കേട്ടോ. ഇനി ഡിസ്പ്ലേ ആണ്. 6.83 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു OLED ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 1700 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. 3200 നിറ്റ്സിൻ്റെയാണ് പീക്ക് പ്രൈസ് ആയിട്ട് വരുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഈ ഒരു സെയിം പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഒരു കുഴപ്പവും പറയാനില്ല. യൂണിഫോം ആയിട്ടുള്ള ബസ്സിലാണ്. ബസ്സിലൊക്കെ ഭയങ്കര കുറവാണ്. ആ കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല. ദി ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് പോയിന്റിൽ ദി ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു പോക്കോ F7 എന്ന ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യത്തിലും നോ കോംപ്രമൈസ്. പിന്നെയാണ് ക്യാമറയിലേക്ക് വരുമ്പോൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ക്യാമറ വന്നിട്ട് 50 MB സോണിയുടെ IMX882 എന്ന സെൻസറാണ് കൊടുത്തുള്ളത്. സെക്കൻഡറി ആയിട്ട് 8 MB അൾട്രാ വൈഡ് ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 20 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ 4K 16 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് വരുന്നില്ല. ഫുൾ HD 16 FPS മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതും ഒരു വലിയൊരു പോരായ്മ തന്നെയാണ്. ഇതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എങ്ങനെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് ക്വാളിറ്റി അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പ്രൈസ് പോയിന്റിൽ അപാരെന്നോ ഒന്നും പറയാനില്ല. ഈവൻ ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള IQ Neo 10 ഇന്ത്യൻ കാർഡ് കുറച്ചും കൂടെ ബെറ്റർ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം പ്രൈമറി ക്യാമറ സെൻസറൊക്കെ സെയിം ആണ്. പക്ഷേ എടുക്കുന്ന ഫോട്ടോസ് അതിലാണ് ബെറ്റർ. വീഡിയോസ് ആണെങ്കിലും IQ Neo 10 അതിൽ നമുക്ക് 4K സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. ഇതിൽ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ക്യാമറ വൈസ് കുറച്ച് ഈ ഒരു ഫോൺ കുറച്ചൊന്ന് വീക്കാണ് കേട്ടോ. ആ കാര്യമാണ് മേജറായിട്ടുള്ള ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ. ഇനിയാണ് പെർഫോമൻസ് ആണ്. ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും പറയാനില്ല. സെഗ്മെൻ്റാണ് എല്ലാവർക്കും എന്നാണ് ആ ഒരു സംഭവമാണ് പെർഫോമൻസ്. ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 2.1 മില്യൺ റേഞ്ച് ആൻഡ് സ്കോർ വരുന്നുണ്ട്. LPDDR5X റാം ടൈപ്പും വരുന്നുണ്ട്. UFS 4.1 ആണ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. എല്ലാം ടോപ്പ് നോച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇഷ്യൂസും പെർഫോമൻസ് പറയാനില്ല. ആകെ ഒരു കുറവ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ BGMI പോലുള്ള ഗെയിംസ് അല്ലെങ്കിൽ BGMI ഇതിൽ നിങ്ങൾക്ക് 120 FPS സപ്പോർട്ട് ഇപ്പം കിട്ടുന്നില്ല. 90 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള IQ Neo 10 തന്നെ 120 FPS ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രിവിലേജ് ആണ്. ഇതിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ നെക്സ്റ്റ് അപ്ഡേറ്റിൽ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 120 FPS ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പം അതൊരു കുറവ് തന്നെയാണ്. അങ്ങനെയുള്ള ഗെയിം കളിക്കുന്നവർക്ക് അതെന്തായാലും കുറവാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അത് കുറവാണ്. പക്ഷേ അടുത്ത അപ്ഡേറ്റിൽ കിട്ടാനുള്ള ചാൻസും ഉണ്ട്, എന്തായാലും വരാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്ന അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3+4 ഇയേഴ്സ് വരെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും വരുന്നുണ്ട്. ഒട്ടുമിക്ക വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുമുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോ ഇഷ്യൂസ്, ആകെ ആ ഒരു 120 FPS കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ഇഷ്യൂ ആയിട്ട് പറയാനുള്ളത്. ഇനി ബാറ്ററിയാണ് ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 7550 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. ഒരു ദിവസം നല്ല 2 ദിവസം സ്മൂത്തായിട്ട് പോകും. നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്താലും ബാറ്ററി ലൈഫ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അത്രക്കും വലിയ ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 90 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് വരുന്നുണ്ട്. 22.5 വാട്ടിൻ്റെ റിവേഴ്സ് വയേർഡ് ചാർജിങ്ങും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ റിവേഴ്സ് ആണെങ്കിൽ പോലും നല്ല ഫാസ്റ്റായിട്ട് വേറെ ഫോണിലേക്കോ എയർബഡ്സിലേക്കോ ഒക്കെ ചാർജ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക്. 30,000-32,000 രൂപയുടെ ഫോൺ അങ്ങനെയുണ്ട്. പെർഫോമൻസ് വൈസ് നല്ല വാല്യൂ ഫോർ മണി ഫോണാണ്, അതിനൊരു ഡൗട്ടും പറയാനില്ല. കാരണം 32,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 12 GB തന്നെ കിട്ടുന്നുണ്ട്, അല്ലാതെ 8 GB 128 GB ഒന്നല്ല കിട്ടുന്നത്. 12 GB റാം തന്നെ കിട്ടുന്നുണ്ട്. ആ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസും കിട്ടുന്നുണ്ട്, ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ബെസ്റ്റ് ഡിസൈൻ, ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി, ബെസ്റ്റ് ബാറ്ററി കിട്ടുന്നുണ്ട്. ആകെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ആ ഒരു ക്യാമറ ഒന്നൊരു കുറവുണ്ട് എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടത്തില്ല. അതിനൊക്കെ ഇതിനെക്കാട്ടി വില കൂടിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഫോൺ എന്തായാലും വേണം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിന് കുറവുണ്ട്. അല്ലാത്ത രീതിയിൽ ബാക്കി എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പവും പറയാനില്ല. നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് 30,000 രൂപ റേഞ്ചിൽ, നോ കൺഫ്യൂഷൻ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റായി ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.